അപ്പോൾ ഈ ഒരു മോൺസ്റ്റർ പ്ലാന്റിൻ്റെ വെറൈറ്റിയിൽ നമുക്ക് കാട് പോലെ കണ്ടോ, നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ വെള്ളത്തിൽ നമുക്ക് ₹1 ചിലവില്ലാതെ നമുക്ക് വളർത്താൻ പറ്റും. അപ്പം ഇതേപോലെ ചെയ്തപ്പോൾ കണ്ടോ, അതിൻ്റെ വേരിലൊക്കെ ഇഷ്ടം പോലെ വേരുകൾ പിന്നെയും ഇങ്ങനെ വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിലൊക്കെ നട്ട് വളർത്തുന്നതിലും ഹെൽത്തായിട്ട് കണ്ടോ ഈ പ്ലാന്റ് നല്ല മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്ലാന്റ് വളർത്താൻ പറ്റിയ അടിപൊളി ഒരു പോട്ട് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത്. പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് കണ്ടോ, നല്ല കടും പച്ചപ്പോട് കൂടിയിട്ട് കണ്ടോ, നല്ല സ്പ്രിങ് ടൈപ്പായിട്ട് ഇതിൻ്റെ ലീഫൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ. ഒരു വാട്ടം ഒന്നുമില്ലാതെ നന്നായിട്ട് ഈ പ്ലാന്റ് നമുക്ക് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റും എന്നുള്ളതാണ് വെള്ളത്തിൽ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ചെയ്തു കൊടുക്കേണ്ട കുറച്ചധികം പ്രോ ടിപ്സുകൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. എത്രയായിട്ട് ഒരു ലൈക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവരാരും ലൈക്ക് തരുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോക്കെങ്കിലും ഫുൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലിനെ. അതിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പാഴായി പോകുന്ന ഭരണികളോ അല്ലെങ്കിൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സൂപ്പർ കിടുക്കാച്ചി ഒരു പോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, MCL എന്ന് പറയും കേട്ടോ. ഇതൊക്കെ നമുക്ക് സ്റ്റേഷനറി ഷോപ്പിലോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കയറ് അല്ലെങ്കിൽ കൈക്കോട്ട് ഇങ്ങനത്തെയൊക്കെ വിൽക്കുന്ന മെറ്റൽ ടൈപ്സ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിലെ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഇത് ഒന്ന് കറുപ്പ് കളറിലും മറ്റേത് 2 പീസായിട്ടാണ് ഉണ്ടാവുക. ഒന്ന് കറുപ്പ് കളറും ഒന്നൊരു ഗ്രേ കളറായിട്ട് കേട്ടോ. ക്രീം കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറിലാണ് കിട്ടുന്നത്. ഇത് രണ്ടും ഒരേ അനുപാതത്തിലെടുക്കുക, ഒരേ തൂക്കത്തിലെടുക്കുക. എന്നിട്ട് രണ്ടും ഒരേപോലെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ആക്കുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് രണ്ടും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യമുള്ളത് ഇതേപോലെ ചകിരിയുടെ ഒരു കയറാണ് ആവശ്യമുള്ളത്. നിങ്ങൾ എടുക്കുന്ന പോട്ടിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് മുട്ടായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കുറേ കൂടുതൽ വേണ്ടി വരും അല്ലേ. അതിനനുസരിച്ചിട്ടുള്ള എത്രയാണോ നീട്ടം അതിനനുസരിച്ചിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും, പക്ഷേ ചെയ്യുന്ന സമയത്ത് വളരെയധികം എളുപ്പമാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു കുപ്പി എടുക്കുക. കുപ്പിയുടെ അടിഭാഗത്ത് നമ്മൾ 2ഓ 3ഓ ഭാഗങ്ങളായിട്ട് ഇതേ ഓരോ ചെറിയ ബോളുകളാക്കിയിട്ട് വെച്ചിട്ട് ഈ കയറ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് ചുറ്റും വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കയറ് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഇതൊരു ശരിക്ക് ഗം ടൈപ്പായിട്ടായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ മുകൾ ഭാഗം ചെറുതായിട്ട് കയറ് പുറത്തേക്ക് കണ്ടാലും കുഴപ്പമില്ല. കയറ് മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു MCL വെച്ച് മൂടി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു ദിവസം നമ്മൾ 24 hours വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നല്ല ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് കയറ് ചുറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇതൊരിക്കലും പൊളിഞ്ഞു പോകില്ല. അതിൻ്റെ മുമ്പ് ഈ കുപ്പിയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിലും ഇതേപോലത്തെ പ്ലാസ്റ്റിക് ടൈപ്പ് ഇതാണ് എടുക്കുന്നെങ്കിലും ഒന്ന് സാൻഡ് പേപ്പറോ എന്തെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉരച്ച് അവിടെ നിന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഒന്ന് ഉരം വീഴാനായിട്ട് എന്തെങ്കിലും എടുത്ത് ഉരതി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു MCL പെട്ടെന്ന് പൊളിഞ്ഞു പോകും. അപ്പം ഇതേപോലെ ചെയ്താൽ ഒരിക്കലും പിന്നെ അത് അവിടെ നടന്നു പോരില്ല. അപ്പോൾ ഈ ഒരു കയറ് ചുറ്റാനായിട്ട് സുഖമാണ്. നിങ്ങൾക്ക് ഗ്ലൂ ഗമ്മൊക്കെ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് എല്ലാ വീട്ടിലുള്ളവരുടെ അടുത്തും അതൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ഐഡിയയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഗ്ലൂ ഗം ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചൂടിക്കയറല്ല വേണ്ടത്, വേറെ ഒരുപാട് സൈസ് ത്രെഡുകളൊക്കെ നമുക്ക് സ്റ്റേഷനറി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, പല കളറുകളുള്ളത്. അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനോഹരമാക്കാം. അപ്പോൾ ജോയിൻ്റ് ഇതേപോലെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വരുന്ന ജോയിൻ്റ് ഉണ്ടാവുമല്ലോ. ഒന്ന് നമ്മൾ ഇനി രണ്ടാമത് ചുറ്റാൻ പോകുന്നതും അല്ലെങ്കിൽ ആദ്യം ചുറ്റി നിർത്തിയതും, അത് രണ്ടും തമ്മിൽ കൂട്ടി നമുക്ക് എന്തെങ്കിലും ചൂണ്ടനൂലൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കാം. ഇല്ലെങ്കിൽ ഏത് കളറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതേ കളറുള്ള ഒരു എന്തെങ്കിലും നൂലെടുത്തിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ ഇതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് കെട്ടാവുന്നതാണ്. അതേപോലെ ആ ഒരു കെട്ട് ഭാഗം വന്നിട്ടുള്ള ഭാഗം മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ, അതിൻ്റെ തുമ്പ് ഭാഗം. എന്നിട്ട് അത് കൂടി കവർ ചെയ്ത് വേണം നമ്മൾ ചുറ്റിയെടുക്കാൻ. അപ്പോൾ നമുക്ക് അവിടെ ഒരു കെട്ടിട്ടതായിട്ടോ അല്ലെങ്കിൽ അവിടെ അതേപോലെ ഒരു വൃത്തികേടായിട്ട് തോന്നില്ല. നിങ്ങൾക്ക് എത്ര കെട്ടുണ്ടോ അത്രയും ഭാഗം അതേപോലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് ചുറ്റി പോകാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഇതേപോലെ ചുറ്റി തീരാനാവുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇതേപോലെ മുകൾ ഭാഗത്ത് MCL ഇട്ടിട്ട് ഒട്ടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു കമ്പി എന്തെങ്കിലും ഉരുക്കി ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരു കയറ് നേരത്തെ ഞാൻ കെട്ടി നിർത്തിയ പോലെ കെട്ടി
കെട്ടി നിർത്താവുന്നതാണ്. 1-2 ഹോളുകൾ ഇല്ലെങ്കിൽ ചുറ്റുഭാഗത്തും കുറച്ചധികം ഹോളുകൾ ഇട്ടിട്ട് അവിടെയൊക്കെ കെട്ടി നിർത്തുക. അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ചൂടി സ്ലിപ്പായിട്ട് മുകളിലേക്ക് അഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്തായാലും ഞാനിവിടെ ഇതേപോലെ ഇവിടെ വെച്ച് ചുറ്റി നിർത്തുകയാണ്. ഇതിന് ശേഷം കയറും കൂട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താലും അഴിഞ്ഞു പോവില്ല. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതേപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതേപോലെ കണ്ടോ, നമ്മൾ ഈ കെട്ടി നിർത്തിയതിൻ്റെ അടിഭാഗത്ത് കൂടെയുള്ള കയറ് കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലത്തെ ചൂണ്ടനൂലോ അല്ലെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടെന്ന് തിരിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ മനസ്സിലാവാത്ത രീതിയിൽ എന്തെങ്കിലും കയറുകൾ എടുത്തിട്ട് നൂലുകൾ എടുത്തിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കെട്ടി നിർത്തിയിട്ടുള്ള ആ ഒരു അതിൻ്റെ എൻഡ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് എന്തെങ്കിലും ബ്ലേഡൊക്കെ വെച്ചൊന്ന് മുറിച്ച് നല്ല മനോഹരമാക്കിയിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതൊന്നുകൂടി നല്ല മനോഹരമായി കിട്ടണമെങ്കിൽ പേപ്പർ എടുത്തിട്ട് കത്തിച്ചിട്ട് വെറുതെ ഒന്ന് ഇതിൻ്റെ ചുറ്റുഭാഗത്തും ചുടിയുടെ ചുറ്റുഭാഗത്തും കാണിച്ചാൽ അതിൽ ആ പൊന്തി നിൽക്കുന്ന ആ ഒരു ചെറിയ നൂലുകൾ പോലെ നിൽക്കുന്നുണ്ടാവില്ല, അതൊക്കെ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. കുപ്പിയിലൊക്കെ ആണെങ്കിൽ അധികം ചൂടാവാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുപ്പി ഉരുകി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ കത്രിക വെച്ചിട്ട് ആ ഒരു എവിടെയാണോ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത് ആ ഭാഗം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാൻ പറ്റിയൊരു പോട്ട് നമ്മൾ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേക രീതിയിൽ വളങ്ങൾ ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ പ്രത്യേക രീതിയിൽ വെള്ളം നിറക്കണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രോ ടിപ്സുകൾ വരുന്നുണ്ട്, സ്കിപ്പ് ചെയ്യല്ലേ. ഇതിൽ നമുക്ക് മഴവെള്ളം ഇപ്പോൾ ഇഷ്ടം പോലെ ധാരാളമായിട്ട് ഡ്രെയിൻ വാട്ടറൊക്കെ കിട്ടുള്ളൂ. ഇത് നമുക്ക് ഇതിലേക്ക് 1 ലിറ്റർ കൊള്ളുന്ന പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ വെള്ളം ഞാനിതിലേക്ക് പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്കാണ് നമ്മൾ ഇനി ആ ഒരു പ്ലാന്റ് നമുക്ക് ഇതിലേക്കാണ് കട്ടിങ്സ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കട്ടിങ്സ് എങ്ങനെയാണ് പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇതിൽ നന്നായിട്ട് വളർത്തുന്നതെന്നാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് അസ്പിരിൻ ഗുളിക 75 mg നമ്മൾ എടുത്തിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ സിമ്പിളായിട്ട് കിട്ടും. ഇത് നമ്മൾ ഒരു ഗുളികയാണ് 1 ലിറ്ററിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. ഇനി നമ്മൾ NPK രാസവളമാണ് കേട്ടോ. അപ്പം അത് ബോൾ ടൈപ്പ് കിട്ടും, ലിക്വിഡ് ടൈപ്പ് കിട്ടും. നിങ്ങൾക്ക് ഇതാകുമ്പം ലിക്വിഡ് ആണെങ്കിൽ ഒരു 3 തുള്ളി നമുക്ക് ഊറ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 ലിറ്ററിലേക്ക് 1 സ്പൂൺ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 5-6 ബോളുകൾ കുറച്ച് മതി. കുറഞ്ഞു പോയാൽ ഒരു കുഴപ്പമില്ല, കൂടിപ്പോയാൽ ഈ ഒരു പ്ലാന്റ് അഴുകിപ്പോവും. അതുകൊണ്ട് കൂടിപ്പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കൃത്യമായ ഡോസേജ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്കിതിൻ്റെ കട്ടിങ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇതേപോലത്തെ പ്ലാന്റിൻ്റെ നല്ല മൂത്തതോ ഇളയതോ ആയ കമ്പുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 മുതൽ 3 വരെയുള്ള നോഡുകൾ നമുക്ക് വെച്ച് കട്ടിങ്സ് ആയിട്ട് എടുക്കാം. വലിയതായിട്ട് അങ്ങനെ ഒരു സ്റ്റെമ്മ് നീണ്ടുപോയിട്ടാണ് ഇതിൽ ഇലകൾ വന്നതെങ്കിൽ 2 നോഡുകളോട് കൂടിയത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ല അടുത്തടുത്തായിട്ട് ഇലകൾ വന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ നോഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 എണ്ണം എടുക്കാം. അപ്പോൾ അത്ര പോകുന്ന കട്ടിങ്സ് മതി. ഒരുപാട് വലിയ കട്ടിങ്സ് ആവുന്ന സമയത്ത് വൃത്തികേടാവും. കാരണം അത് പിന്നെ ഇനി അങ്ങോട്ട് നീണ്ടു നിന്ന് ഒരുപാട് ബ്രാഞ്ചുകൾ വരും. അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ തുടർന്നുള്ള സമയത്ത് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ടിങ്സ് കുപ്പിയിൽ നന്നായിട്ട് വെള്ളത്തിൽ വളർത്തുന്നതെന്ന് പെട്ടെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ കുറച്ചധികം പ്ലാന്റുകൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരുപാട് ഇതിനെക്കുറിച്ചിട്ട് വേറെ പ്ലാന്റുകളെ കുറിച്ചിട്ടുള്ള ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നേരത്തെ പറഞ്ഞിട്ട് ചെയ്യാത്തവർ ലൈക്ക് കൂടിയും ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കട്ടിങ്സ് നമ്മൾ ഇതേപോലെ വേരുകൾ ഉണ്ടാവും അല്ലേ. ഈ ഒരു പ്ലാന്റിന്, മോൺസ്റ്റർ പ്ലാന്റിന് ഒരുപാട് വേരുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ വേരുകൾ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കരുത്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേരുകളിൽ കൂടി ഒരുപാട് വേരുകൾ വരും. അപ്പോൾ നമുക്ക് മാക്സിമം എത്രത്തോളം ഇത് വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കാൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തി വെക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല വെള്ളത്തിലേക്ക് മുങ്ങി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല വെള്ളത്തിലേക്ക് വെച്ചാൽ ഇല അഴുകിപ്പോവും. അപ്പം ഇതേപോലെ നമുക്ക് ഒരു 5-6 കട്ടിങ്സ് മതി സത്യത്തിൽ. നല്ല ഭംഗിയിൽ നല്ല ബുഷായിട്ടിരുന്നോളും. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ ഒരു മണ്ണിൽ വളർത്തുന്നതിലും കുറച്ചുകൂടി നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വെള്ളത്തിൽ വളരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലത്തെ കട്ടിങ്സൊക്കെ ഇട്ടിട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കുക. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാ ദിവസവും ഒരു മാസം വരെ ഇതിൻ്റെ ഇലകളിൽ നമ്മൾ വെള്ളം രാവിലെയും വൈകിട്ടും അടിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം വെള്ളം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താലാണിത് പെട്ടെന്ന് നന്നായിട്ട് വളർന്നു വരുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സിൻ്റെ ഇലയിലൊക്കെ ബ്ലാക്ക് കളർ വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അതിനുശേഷം വേരൊക്കെ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാന്റ് തനിയെ വളർന്നോളും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും വെള്ളത്തിൽ ഈ ഒരു പ്ലാന്റ് വളർത്തി വെക്കാം. തീർച്ചയായിട്ടും ഈ ഒരു പ്രോ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുതേ. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ മാജിക് ഹാങ്ങിങ് പോട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക ചിരട്ട കൊണ്ട് എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നല്ല വീഡിയോയും നല്ല കണ്ടൻറ്റായിട്ട് വരുന്നവരെ തൽക്കാലം നിങ്ങളോട് എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.